ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടൻറ് എന്ന് പറയുന്നത് സ്കൂട്ടി റൈഡ് ചെയ്യുന്ന തുടക്കക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒരു സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു വണ്ടി തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. തിരിച്ചെടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നല്ല രീതിയിലുള്ള ടൈം എടുക്കാറുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് എടുക്കാനായിട്ട് എളുപ്പത്തിൽ പല ആൾക്കാർക്കും അറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഹാൻഡിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു സ്കൂട്ടി തിരിച്ചെടുക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് ടെക്നിക്കുകളും ട്രിക്കുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ആദ്യം സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് ട്രിക്കുകൾ പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങൾ ജസ്റ്റ് വണ്ടി ഓടിക്കുമ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കി. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ടൂ വീലർ തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത് ആക്സിലറേറ്ററിൻ്റെ ഒരു കൺട്രോളിങ് ശരിയായ രീതിയിൽ ചെയ്യണം. ഇത് സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കൂടിയിട്ട് വണ്ടി മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആക്സിലറേറ്റർ കൺട്രോളിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ നമ്മൾ സ്കൂട്ടി തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നമുക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. കാരണം നമുക്ക് ആ ഒരു ബാലൻസ് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെങ്കിൽ വലത്തെ സൈഡിലേക്ക് ഇത്തരത്തിൽ തിരിക്കുന്ന സാഹചര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ടിൽ ഇടതും വലതുമായിട്ട് നിങ്ങൾ വണ്ടി തിരിച്ചെടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു റൗണ്ട് എടുത്ത്, ചെറിയൊരു ഷേപ്പിൽ റൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൃത്യമായിട്ട് ഇടതേ കൈ ഈ ഫ്രണ്ട് ബ്രേക്കിനോട് ചേർന്ന് അത് ഇത്തരത്തിലൊന്ന് പിടിച്ചേക്കുക. പെട്ടെന്ന് നമുക്കൊന്ന് വണ്ടി സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചേക്കുക. ഒപ്പം നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ടേൺ എടുക്കുന്നതിനനുസരിച്ച് മാത്രമുള്ള ആക്സിലറേറ്റർ കൊടുക്കുക. വണ്ടിയുടെ വേഗത കൂടിക്കഴിഞ്ഞാൽ ആക്സിലേഷൻ കൊടുക്കരുത്, ജസ്റ്റ് കൈ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പം വണ്ടിയുടെ സ്പീഡ് കുറയും. ഒപ്പം സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ആക്സിലേഷൻ കുറച്ചതിന് ശേഷം നിങ്ങൾ ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, ഇനി ഞാൻ വണ്ടി ജസ്റ്റ് എടുത്ത് കാണിക്കാം നിങ്ങളെ. ഇത് ചെറുതായിട്ട് ഇവിടെ ആക്സിലേഷൻ കൊടുക്കുന്നു. എൻ്റെ ഇടത്തെ കൈ ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ലൈറ്റായിട്ടാണ് ആക്സിലേഷൻ കൊടുക്കുന്നത്. ഒറ്റ കൊടുപ്പ് കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. ഞാനിത് ഇവിടെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് കാലും എടുത്ത് ഇങ്ങനെ വെക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് കാല് കുത്തി ആദ്യം ഒന്ന് ഓടിക്കുക. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെ ലൈറ്റായിട്ട് ഞാനിത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങനെ മൂവ് ആക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇടത്തെ സൈഡിലേക്ക് ടേൺ എടുക്കണം. ഇങ്ങനെ കാല് കുത്തിയിട്ട് നിങ്ങളിത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ടേൺ എടുക്കുക. ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കൊന്ന് വൈഡായിട്ടിരിക്കുക. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബലം കൊടുക്കരുത്. ബലം കൊടുത്ത് തിരിയുന്ന സമയത്താണ് പലപ്പോഴും ഈ ഒരു ഹാൻഡിൽ ബാലൻസ് നമുക്ക് വണ്ടി തിരിച്ചെടുക്കുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നത്. അതായത് ഈ ഹാൻഡിലേക്ക് ബലം കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഹാൻഡിൽ ഫ്രീ ആക്കുക. നമ്മൾ വണ്ടിയിൽ ഫ്രീ ആയിട്ടിരിക്കുക. ഒരുപാട് മുന്നോട്ട് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ ചെറുതായിട്ട് ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കുന്നു. അതിനുശേഷം രണ്ട് കാലും കുത്തി ഇതിങ്ങനെ വണ്ടി നമ്മൾ ജസ്റ്റ് ടേൺ എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ പതുക്കെ നിങ്ങൾ ഇപ്പം ഞാൻ ഇടത്തെ സൈഡിലേക്കാണ് ഇങ്ങനെ ടേൺ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ടേൺ എടുത്ത് അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു 3-4 തവണ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. കുറേ അധികം നേരം ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ രണ്ട് കാലും ഒന്ന് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഓടിച്ച് നോക്കുക. ഈ ഹാൻഡിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ ഓടിച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ കാല് പൊക്കി വെച്ച് ഓടിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വണ്ടി ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് നിർത്താം. തുടക്കത്തിൽ തന്നെ നമ്മൾ കാലിങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാല് കുത്തി നിർത്താനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുക. അതിനുശേഷം വണ്ടി ഒന്ന് മൂവ് ആക്കിയിട്ട് രണ്ട് കാലും പതിയെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ചെറിയ രീതിയിൽ ഇടത്തെ സൈഡ് റൗണ്ട് എടുക്കുക. നിങ്ങൾ നോക്കുക, ഞാനിവിടെ ചെറിയ രീതിയിൽ ഇടത്തെ സൈഡിലേക്കൊരു റൗണ്ട് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ കൊടുത്തു വരുന്നു. ടേൺ എടുത്തതിന് ശേഷം ആക്സിലറേഷൻ ഒന്ന് കുറയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് ഹാൻഡിൽ ബാലൻസ് ചെയ്തിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇടത്തെ സൈഡിലേക്ക് എടുത്തു. ഇനി നിങ്ങൾ വലത്തെ സൈഡിലേക്ക് എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിത് 8 പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഗുണം ചെയ്യും. ഇപ്പോൾ വലത്തെ സൈഡിലേക്ക് നമുക്ക് റൗണ്ട് എടുക്കണം. റൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ലൈറ്റായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു. രണ്ട് കാലും കുത്തിയിട്ട് ചെറിയ രീതിയിൽ നമ്മളിവിടെ റൗണ്ട് എടുക്കുക. ചെറിയ രീതിയിൽ നമ്മളിത് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് എടുക്കുക. അതിനുശേഷം വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്താനായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, ബ്രേക്ക് വരിക. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാനിവിടെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു.
ബ്രേക്കിൽ നിന്ന് അയച്ചിട്ട് ഇതേ ചെറിയ രീതിയിൽ നമ്മളിവിടെ റൗണ്ട് എടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചൊരു ഐഡിയ കിട്ടിയതിന് ശേഷം 2 കാലും ഇങ്ങനെ പൊക്കി വെച്ചിട്ട് പതുക്കെ നമ്മളിവിടെ ഇത് ഹാൻഡിൽ ബാലൻസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് കാല് കുത്താതെ തന്നെ ഈസി ആയിട്ട് ഓരോ ടേണും എടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്കൂട്ടിയൊക്കെ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു യു ടേൺ എടുക്കാനായിട്ടുള്ള സ്പേസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്പേസുകളിൽ നമുക്ക് ചെറിയ ഇടയെ കിട്ടത്തുള്ളൂ. അവിടെ നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പ്രത്യേകിച്ച് ഒരു 2 വീലർ ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് സ്പേസിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് കാല് കുത്തിക്കൊണ്ട് എളുപ്പത്തിൽ തിരിക്കാനായിട്ട് കഴിയും. അത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് തിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് വലത്തെ സൈഡിലേക്ക് ആണ് തിരിഞ്ഞു പോകേണ്ടതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിക്കുക. അതിനുശേഷം ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് 2 കാലും കുത്തിയിട്ട് വണ്ടിയെ മെല്ലെ ഒന്ന് മൂവ് ആക്കുക. അതിനുശേഷം നമ്മൾ ബൈക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടിയെ നിർത്തുക. ആ ഒരു ടൈമിൽ നമ്മൾ ആക്സിലേഷൻ കുറച്ചിട്ട് വേണം ബൈക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ. അതിനുശേഷം വീണ്ടും ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ ഹാൻഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കാലുകൊണ്ട് തള്ളുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്ക് പോയിക്കോളും. നിങ്ങൾ നോക്കുക, ഞാനിത് ഇങ്ങനെ കാലുകൊണ്ട് തള്ളുന്നു. അപ്പോൾ നമ്മൾ ഈ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് ബൈക്കിലേക്ക് എടുക്കുക. അതിനുശേഷം ബൈക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. വീണ്ടും നമ്മൾ വലത്തെ സൈഡിലേക്ക് എടുക്കുക, തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ടേൺ എടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ബൈക്കിലേക്ക് എടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് ഏത് സൈഡിലേക്കാണ് തിരിയുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇടത്തെ സൈഡിലേക്ക് ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇടത്തെ സൈഡിലേക്ക് പോകും. അപ്പോൾ വലത്തെ സൈഡിലേക്കാണ് ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ബൈക്കിലേക്ക് തള്ളുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വലത്തെ സൈഡിലേക്ക് പോകും. അപ്പോൾ ഏത് സൈഡിലേക്കാണോ നമ്മൾ ഹാൻഡിൽ വെക്കുന്നത് ആ ഒരു സൈഡിലേക്ക് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ആ ഒരു ഭാഗത്തേക്ക്, വലത്താണെങ്കിൽ വലത്ത്, ഇടതാണെങ്കിൽ ഇടത്ത് ഭാഗത്തേക്ക് പോകുമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു സ്കൂട്ടി ഓടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കൂട്ടി തിരിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ മെയിൻ റോഡിൽ പോയി ഒന്ന് വണ്ടി ടേണെടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സ്കൂട്ടി റൈഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് 2 വീലർ ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചെടുക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് ടിപ്സുമായിട്ട്, റൈഡിംഗ് ടിപ്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.